ഡോക്ടർ സി ജെ റോയ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ പെട്ടെന്ന് ഒരു ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയ ആളാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹത്തിന് 59 വയസ്സ് മറ്റേ ഉള്ളൂ. അപ്പോൾ ആ ചെറിയ പ്രായത്തിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഇൻ്റർവ്യൂ ഇപ്പോൾ ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, നാളെ ഞാൻ മരിച്ചു പോയാൽ പോലും ഞാൻ സന്തോഷവാനാണ്. കാരണം എൻ്റെ ബക്കറ്റ് ലിസ്റ്റൊക്കെ പൂർത്തിയായി, എൻ്റെ ഡ്രം ലിസ്റ്റ് വരെ പൂർത്തിയായി, ഞാൻ ജീവിതം സെലിബ്രേറ്റ് ചെയ്ത ആളാണ്. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വേറെ എന്തെങ്കിലും സങ്കടങ്ങളോ ദുഃഖങ്ങളോ വിഷമോ സ്ട്രെസ്സോ ഒന്നുമില്ല. ഇപ്പോൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ മാധ്യമങ്ങളോട് സംസാരിച്ചു പറഞ്ഞത്, അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രെസ്സോ ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഒന്നും ഇല്ലാത്ത ആളാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ സീറോ ഡെറ്റ് ബിസിനസ് മോഡലാണ്. ഒരു പൈസ കടം വാങ്ങാതെയാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. മാത്രമല്ല അദ്ദേഹം വിദേശത്തൊക്കെ പഠിച്ചിട്ടുള്ള ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡോക്ടറേറ്റ് ഉള്ള ഒരാളാണ്. ഏതെങ്കിലും കടലാസ് ഡോക്ടറേറ്റ് അല്ലാതെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഡോക്ടറേറ്റുള്ളതാണ്. ബിസിനസ് എങ്ങനെ ചെയ്യാമെന്ന് ശാസ്ത്രീയമായി അറിയാവുന്ന ഒരാളാണ്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ്മാനാണ് അദ്ദേഹം. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ടാക്സ് വെട്ടിപ്പോ ക്രമക്കേടോ നടത്തുന്ന ഒരാളാണെന്ന് അദ്ദേഹത്തെക്കുറിച്ച് പൊതുവെ ആക്ഷേപമില്ല. അതിൻ്റെ ഒരു കാരണം, അങ്ങനെ എന്തെങ്കിലും ആക്ഷേപമുള്ള ആളുകൾ, ഈ തട്ടിപ്പും വെട്ടിപ്പും കിടന്ന ആൾ പരമാവധി പബ്ലിക് ലൈഫിൽ നിന്ന് മാറി നിൽക്കും. പക്ഷേ ഇദ്ദേഹം കൂടുതലായി പബ്ലിക് ലൈഫിലേക്ക് വരുന്ന ആളാണ്. അദ്ദേഹം ഒരു ഫിലിം പ്രൊഡ്യൂസറായിരുന്നു. നിരവധി ടെലിവിഷൻ ഷോകൾ അദ്ദേഹം സ്പോൺസർ ചെയ്തിട്ടുണ്ട്, ടെലിവിഷൻ ഷോകളിൽ വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം സജീവമാണ്. ഫിലാന്ത്രോപ്പിസ്റ്റ് കൂടിയാണ്. അദ്ദേഹം ധാരാളമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഈ തട്ടിപ്പ് കിടന്ന ആളുകൾ അങ്ങനെ ചെയ്യില്ല. സ്വാഭാവികമായിട്ട് അവർ ഈ ലൈം ലൈറ്റിൽ നിന്ന് മാറി നിൽക്കാനാണ് ശ്രമിക്കുക. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം പരമാവധി പരസ്യമായ ഒരു പബ്ലിക് ലൈഫുള്ള ഒരു ആൾ കൂടിയായിരുന്നു. പക്ഷേ IT വിഭാഗം അദ്ദേഹത്തെ കഴിഞ്ഞ ഡിസംബർ ലാസ്റ്റ് വീക്ക് മുതൽ അദ്ദേഹത്തെ പ്രോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ റെയ്ഡ് നടത്തുന്നു, ചോദ്യം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കും, അങ്ങനെയാണെങ്കിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്താത്ത ഒരാളാണെങ്കിൽ എന്തിന് സൂയിസൈഡ് ചെയ്യണം? അവർക്കുള്ള പേപ്പേഴ്സ് കാണിച്ചു കൊടുത്താൽ പോരെ? അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെറിയ ക്രമക്കേട്, ഏത് ബിസിനസ്സിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ ക്രമക്കേടിൻ്റെ ഫൈൻ അടച്ച് തീർത്താൽ പോരെ എന്നുള്ളതാണ്. അങ്ങനെ മതി, അത് ചെയ്താൽ മതിയായിരുന്നതിന്. അപ്പോൾ അദ്ദേഹം സൂയിസൈഡ് ചെയ്ത് എന്തിനാണെന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് ഈ കേന്ദ്ര ഏജൻസികളായ EDയും IT-യും ഈ പറയുന്ന സംരംഭകരെ ഹരാസ് ചെയ്യുന്നു എന്ന ആക്ഷേപം അത് ഒരുപാട് നാളായില്ല. 2019 മുതലാണ് ഈ ആക്ഷേപം വരുന്നത്. പ്രത്യേകിച്ചും കോവിഡ് കാലത്താണ് അതിൻ്റെ ഒരു പീക്ക് ടൈമിലെത്തിയത്. ഇപ്പം നമുക്കറിയാം, ഇതിനു മുമ്പ് മറ്റൊരാൾ കഫേ കോഫി ഡേ എന്ന് പറയുന്ന കഫേ ചെയിൻ, അതിൻ്റെ ഓണറായ സിദ്ധാർത്ഥ സൂയിസൈഡ് നമുക്കറിയാം. അദ്ദേഹം ഒരു പാലത്തിന് മുകളിൽ നിന്ന് നദിയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുമായിരുന്നു. അദ്ദേഹം എഴുതി വെച്ച ഒരു നോട്ടുണ്ട്. 2-3 കാര്യങ്ങൾ പറഞ്ഞോളപ്പോൾ തന്നെ മൂന്നാമതായി പറഞ്ഞൊരു കാര്യം ഈ പറയുന്ന IT ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഹരാസ്മെൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പുതിയൊരു സംരംഭത്തിൻ്റെ ഷെയറുകൾ അവർ മരവിപ്പിച്ചു, കണ്ടുകെട്ടി. അതുവഴി ഉണ്ടായ ക്യാഷ് ക്രഞ്ച്, അതുപോലെ മറ്റ് സമ്മർദ്ദങ്ങളാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് IT ഡിപ്പാർട്ട്മെൻറ്റ് നടന്ന ഹരാസ്മെൻറ്റ് മൂലം ആത്മഹത്യ ചെയ്യുന്ന ബിസിനസ്സുകാരുടെ എണ്ണം വളരെ കൂടുതലാണ് ഇന്ത്യയിൽ.